ടീം ഋതം അഭിമാന പരിസരം അവതരിപ്പിക്കുന്ന ആക്ഷേപഹാസ്യം. ഒരു വെടിക്ക് രണ്ട് പക്ഷി അഥവാ രണ്ട് പക്ഷിക്ക് ഒരു വെടി. മുന്നറിയിപ്പ്: ഈ കഥ തികച്ചും സാങ്കല്പികം മാത്രം. ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അത് നിങ്ങളുടെ വീക്ഷണ കോണകം മാത്രം. ഇടതുവശത്തിരിക്കുന്നവൻ രമേശൻ, ഈ സ്ഥാപനത്തിലെ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഓഫീസിലെത്തിയാലുടൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് പെൺകുട്ടികളുടെ ഫോട്ടോയ്ക്ക് ലൈക്ക് ചെയ്യലും കമന്റ് ചെയ്യലും ഒക്കെയാണ് പ്രധാന വിനോദം. സ്ത്രീ ജനങ്ങൾക്ക് രമേശൻ എന്ന് പറഞ്ഞാൽ പുല്ലുവിലയാണ്. ഫോണിൽ സൊല്ലുന്നവൻ ജോണിക്കുട്ടി, QA എഞ്ചിനീയർ. എന്തോന്ന് QA? ഓർക്കുഡ് കമ്മ്യൂണിറ്റികൾ കയറിയിറങ്ങി പെൺകുട്ടികളെ വലയിലാക്കി മൊബൈൽ നമ്പർ ഒപ്പിക്കലാണ് പ്രധാന വിനോദം. ജോണിക്കുട്ടിയുടെ കരാളഹസ്തങ്ങളിൽപ്പെട്ട പെൺകുട്ടികൾ പുറം ലോകം കണ്ടിട്ടില്ല എന്നാണ് അടക്കം പറച്ചിൽ. അടുത്തിരിക്കുന്നവൻ മത്തായി തോമസ്, ലീഡ് എഞ്ചിനീയർ. ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി മാട്രിമോണിയൽ സൈറ്റുകൾ പരതുകയാണ് പാവം മത്തായി. സദാ കള്ളുകുടിയൻ. തിരുവനന്തപുരത്തെ എല്ലാ ബാറിലെയും സ്ഥിരം പറ്റുകാരൻ. മോണിറ്ററിൽ നിന്ന് കണ്ണെടുക്കാതെ പണിയുന്നവനാണ് അജയ്, മഹാമാന്യൻ, മുട്ടൻ ബുജി. 24 മണിക്കൂറും കോഡിംഗ് ആണ് പ്രധാന വിനോദം. സ്ത്രീ ജനങ്ങളുടെ ആരാധനാ പാത്രമാണ് അജയ്. അറിയാ ഇതിലുണ്ടോ? ഏതറിയാ? പാലാക്കാരി, US നഴ്സ്, 32 വയസ്സ്, ബാധ്യതകളില്ല. ആകെ പാടെ ഉണ്ടായിരുന്ന ബാധ്യതയെ 2 മാസം മുന്നേ ഡൈവോഴ്സ് ചെയ്തു. കേരളത്തിലെ അവിവാഹിതരായ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് മുൻഗണന. കൂടെ താമസിക്കണമെന്നില്ല, വന്നും പോയി നിൽക്കാം. അറിയാ സെറ്റപ്പ് അളിയാ, നോക്കളിയാ, കിട്ടിയാ നീ രക്ഷപ്പെട്ടില്ലേ? വന്നും പോയി നിന്നാ മതിയല്ലോ. എന്തുവാടേ, അപ്രൈസലെല്ലാം കിട്ടിയാ? വല്ല പെൺപിള്ളേരെ മൊബൈൽ നമ്പർ കിട്ടിക്കാണും. എനിക്കും കൂടി ഒന്ന് ഒപ്പിച്ച് താട്. അതല്ലടാ, ഒരു ഫ്രഷർ ജോയിൻ ചെയ്യുന്നുണ്ട്. അല്ല കൂതറയായിരിക്കും. അല്ലളിയാ, പീസ് പാർവതി മേനോൻ. പട്ടിവരണ്ട സോഫ്റ്റ്വെയർ ലൈഫാകുന്ന മരുഭൂമിയിലെ കുളിർ മഴയാണ് അളിയാ ഈ ഫ്രഷ് പെൺകുട്ടികൾ. എന്ത്? അല്ല, ഈ ഫ്രഷർ പെൺകുട്ടികൾ. പാർവതി ജോർജ്, നല്ല ചേർച്ച. പൂവ പരമശിവ മാമോദിസ മുന്നിട്ട് പാർവതി കിട്ടുമ്പോ നമുക്ക് ആ പേരിടാം. ഒന്ന് പോവുക. പാർവതി ജോണിക്കുട്ടി എങ്ങനെയുണ്ട്? ജോണി വാക്കറിൽ തേനൊഴിച്ച് കുടിക്കുമ്പോഴുണ്ട്. പാസ്വാണി പാർവതി രമേശൻ ആറ്റല്ലേ? നീ അവളുടെ അച്ഛനായിരുന്ന കറക്റ്റ് ചേർന്നാണ് ഒരു രമേശൻ. പാടാ ഒരാവസ്ഥ. പാർവതി മത്തായി അതെങ്ങനെയുണ്ട്? റോസാ പൂന്തോട്ടത്തിൽ നീ വാള വെക്കുന്ന പോലുണ്ട്. ഓടെയുള്ളൂടിയ നിനക്കായിരുന്നു മറ്റേ പാലാക്കാരി അച്ചാത്തിയുള്ള തന്നെയാ. Will you please stop this and go back to your work? നീ പോടാ പൊട്ടക്കണ്ണ, വലിയ മാന്യം വന്നേക്കുന്നു. അയ്യാ, അവൾ വരുന്നു, പാർവതി വരുന്നു. പഞ്ചവർണ്ണ തത്ത പോലെ പഞ്ചസാര കാട്ടുകൊണ്ട് നെഞ്ചു തളരുന്നു കൊന്നേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ. അയ്യാ, അവളെ നീ എറിഞ്ഞളിയാ. ഞാനും അങ്ങോട്ട് എന്റെ ഒരു കേട്ടാ. വരുന്നു. എന്താ കുട്ടി താമസിച്ചേ? ഫസ്റ്റ് തന്നെ എങ്ങനെ ആയാലോ? റോയൽ അത് തന്നെ എന്ന് കേട്ടിട്ടില്ലേ? ഐ കനോട്ട് ടോളറേറ്റ് ദിസ്. ഇങ്ങനെ കരഞ്ഞാലോ? കണ്ണു പറഞ്ഞോ? അയ്യേ, മോളെ വീട്ടിൽ പോയില്ല. ആദ്യത്തെ ദിവസമല്ലേ, സാരമില്ല. താങ്ക് യു സർ. സാർ, ഞാനും കൂടെ. എന്തിന്? നിന്റെ അപ്പൂപ്പന്റെ ശവടക്കന പോയിരുന്നു പണിയെടുക്കണ. അപ്പൊ പെൺപിള്ളേർക്ക് മാത്രമേ ലീവ് കൊടുക്കൂ. പെങ്കോമ്പൻ ഇപ്പൊ ശരിയാക്കി തരാം. സാർ, എന്താ രമേശ? എന്റെ ലീവ് ലെറ്റർ
നാളെ ഞാൻ കാണൂല, മാമന്റെ കുളിയ. അപ്പം മാമനെ താനാണോ വിളിപ്പിക്കുന്നത്? അല്ല സാർ, അങ്ങനെ ഇത് തട്ടിപ്പോയി, അതിന്റെ ചടങ്ങാ. പൂവാസല്ലേ? അപ്പൊ മാമിയ വീട്ടിലുണ്ട്. ഇനി മാമിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ സാർ. പൂവാർന്ന് അങ്ങനെ പറയരുത്. ഇനി മാമിക്ക് ഞാനും ഉണ്ടെന്ന് പറഞ്ഞേക്കൂ. ആട്ടെ, മാമിക്ക് എത്ര വയസ്സുണ്ട്? അയ്യാ, ആ മണ്ടനെ പറ്റിച്ച് ലീവ് കിട്ടി. മാമൻ എന്നാ മരിച്ചത്? അതോ ശനിയാഴ്ച രാവിലെ. ഏത് ശനി? 1962 ഏതോ ഒരു ശനിയാഴ്ച. അടിയാ, അപ്പുറത്തെ ക്യാബിൻ നോക്കളിയാ, നിറച്ചും പരിപാടികൾ. ഗോതമ്പ് പാടം വളഞ്ഞു കിടക്കണ പോലെ. അത് എന്നെ കളിയാ, നമ്മുടെ ക്യാബിന് മാത്രം പെമ്പിള ഇത്ര കുറവ്. ഫ്രഷേഴ്സിനല്ല ആ PM പിടിച്ച് അങ്ങേ റേഞ്ച് ചെയ്തിട്ട് ആഭാസൻ. ഉള്ളത് കൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാം. അളിയാ, ആ നീതു ഇപ്പൊ വരും. ഇന്നവൾ ചുവന്ന ബോർഡുള്ള നീല ചുരിദാറിട്ട് വരുമായിരിക്കും. അല്ലളിയാ, അവളൊന്ന് ജീൻസും ടോപ്പും ഇട്ട് വരുമായിരിക്കും. അറിയാ, ചിലപ്പോ സാരി കൊടുത്തായിരിക്കും വരുന്നത്. അളിയാ, ഇതേ വരുന്നു വരുന്നു. എന്താ? ഏയ് ഒന്നുമില്ല. ഇന്നെന്താ മറ്റേ പച്ച കളർ ചുരിദാറിടാഞ്ഞേ? നീ ഇന്നലെ മറ്റേ മഞ്ഞ കളർ ചുരിദാറിലിട്ടിരുന്നേ? ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇന്നലെ രാത്രി നീതുവിന് ഞാൻ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് എന്താ വരാഞ്ഞ്? ഞാൻ വീട്ടിൽ വിടായിരുന്നല്ലോ. അല്ല, ഇന്നലെ പിന്നെ സാരമില്ല, ഇന്നെന്തായാലും ഞാൻ ലിഫ്റ്റ് തരും. നീതു വന്നേ പറ്റൂ. അളിയാ, എനിക്ക് വേണം അളിയാ ലിഫ്റ്റ്. ഞാൻ ആ വഴിക്കല്ല. അല്ല, നീ പോകുന്ന വഴിക്ക് എന്നെ നീതുവിനെ ഇറക്കിയാൽ മതി. ഞങ്ങളൊരു ഓട്ടോ പിടിച്ചങ്ങ് പോക്കാളാം. അല്ലേ നീതു? വൃത്തികെട്ടവൻ. പിന്നെ നീതു, അടുത്ത മാസം ഞാൻ ഒരു ഓൺസൈറ്റ് പ്രോജക്റ്റിന് പോകുന്നുണ്ട്. കൂടെ ഒരാളെ കൂടെ കൊണ്ടുവരാമെന്ന് ക്ലയന്റ് സമ്മതിച്ചു. നീതു വരുന്നോ? ഇല്ല. അളിയാ, നീ എന്നെ കൊണ്ടുവന്നല്ലേ പറഞ്ഞേ? നിനക്ക് ചോറും കറിയും വെക്കാൻ അറിയോ? അറിയാ. പാത്രം കഴിയാൻ അറിയാ. വേണം, എന്റെ കോളകം വരെ ഞാൻ കഴിയും. വെരി ഗുഡ്, യു ആർ സെലക്ടഡ്. നല്ല കവിള്. തല്ലണോ? തല്ലിക്കോ, ഇനിയും തല്ലിക്കോ. അപ്പോ ഓൺസൈറ്റ് പോകാനുള്ള ആപ്ലിക്കേഷൻ ഒക്കെ ഫില്ല് ചെയ്തോ? സർ, മത്തായും കൂടെ വന്നോട്ടെ. ഒരാൾ വരാം, നല്ലതാ. അതിൻ്റെതായ പുസ്തകല്ലേ പോകുന്നത്? അല്ല സർ, സപ്പോർട്ടും കൂടെ ഉണ്ടേ. ആര്? മത്തായിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട് സാർ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇനിയിപ്പോ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ പോകാൻ റെഡിയാണ് സാർ. ഓഹോ, എന്നാ മത്തായി മാത്രം പോട്ടെ. താങ്ക് യു സാർ. സാർ, എടാ സാമദ്രോഹി. ക്ലയന്റ് ആപ്പം വരുന്നുണ്ട്. ക്ലയന്റിന് രണ്ടുപേരും മറവാ ഇവിടെ. മാമൻ മരിച്ച വിഷമത്തിൽ ഞാനതങ്ങ് തിന്നു സാർ. അപ്പൊ 2 ബോട്ടിൽ ബിയറോ? അതെവിടെ? രമേശന്റെ മാമ മരിച്ച വിഷമത്തിൽ ഞാൻ എടുത്ത് കുടിച്ചു സാർ. ഇഡിയറ്റ്സ്. പോയ ഒരു കുപ്പി ആറ്റെങ്കിലും വാങ്ങി വാടേ. ആ പണ്ടാരക്കാരന് കള്ളിന്റെ മണം ചെന്നില്ലേ നമ്മുടെ പ്രോജക്റ്റ് പോവും. ഇന്നലെ ക്ലയന്റിന് കൊടുക്കാണെന്ന് പറഞ്ഞു വാങ്ങിയ ഫുൾ എവിടെ സാർ? രമേശന്റെ മാമി ഒറ്റയ്ക്കാണെന്ന വിഷമത്തിൽ ഞാനെടുത്തങ്ങ് വിളിച്ചു. ഹലോ buddies, how's work? എടാ മറുപടി പറ. Project completely out. What? So bug fix in the project. Time take too much. What the hell? ഈ മറുതായോട് ബഗ് ഫിക്സ് ചെയ്യാൻ സമയം എടുക്കുമെന്ന് ആരെയും പറഞ്ഞു കൊടുക്കണേ. Sir, we are almost done and things will be sorted out in a week. Good Ajay, good. Kudos. This is our Python guru. പഴുത്തക്കുരു. This is our Java expert. ആണോ? എപ്പാ? ഓം ഗൂഗിൾ ദേവായ നമഃ. This is our brilliant QA engineer. ഓ, നോ കംപ്ലൈന്റ്സ്. ഷാഡോസ് ഉള്ളതുകൊണ്ട് പണി കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഷാഡോ? What shadow? No shadow. Only billables. പ്രോജക്റ്റ് തെറിപ്പിക്കോടെ. എടാ ഫോൺ എടുക്കടാ. Excuse me. Yeah. Yes. Okay, done. Sure, I will do it.
എന്ത് വേറെ വിശ്വാസമില്ലാത്ത പോലെ അമ്മച്ചിയാണ് ഞാൻ നൊത്തോലി കണ്ട വീട്ടിൽ കയറി വരും. Let's go for dinner, guys. How many for coming? ഐ നോക്കാം. ഐ ഗോ ഹോം. വൈഫ് ആണ് നൊത്തോലി. ഐ ആൻഡ് ഹി ഹാവ് എ വെള്ളമടി പാർട്ടി. നോക്കാം. No, you should all come. Ajay, take your lap as well. We can discuss it later. നീതു, ഞാൻ ഇപ്പൊ വരാവേ. എവിടെ പോന്നു? ബാങ്ക് വരെ ഒന്ന് പോണം. ഈ രാത്രിയിലോ? അതേത് ബാങ്ക്? ഇവിടെ അടുത്തുള്ള ഒരു ബാങ്കാ. അർജന്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുണ്ട്. എന്നാ ഞാനും കൂടെ വരാം. അയ്യേ, അതൊന്നും വേണ്ട, ശരിയാവില്ല. ഹലോ അജയ്, ബങ്കർ നമ്മുടെ പ്രോജക്റ്റിന്റെ പ്രോട്ടോടൈപ്പ് കാണുമെന്ന്. അത് എന്റെ ലാപ്പിലാ. ലാപ്പ് ഇവിടെ ഉണ്ട്. അജയ് പാസ്വേഡ് പറയാ, ഞാൻ നോക്കാം. അയ്യോ നീതു, പ്ലീസ് വെയിറ്റ്, ഐ വിൽ ബി ബാക്ക് ഇൻ 20 minutes. നോ അജയ്, ക്ലയന്റിന് ഇപ്പൊ പോണം. ഹി വാണ്ട്സ് ടു ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. അയ്യോ, അത് പാസ്വേഡ് പറ അജയ്, ഞാനിത് നോക്കി പറഞ്ഞു കൊടുക്കട്ടെ അയക്ക്. അത് പറ അജയ്. പാസ്വേഡ് മൈ കം ഓൺ, വാട്ട്സ് ഇറ്റ്? മൈ സ്വീറ്റ് നീതു. വാട്ട്? എന്തൊരാശ്വാസം. അങ്ങനെ അജയ് 2 കാര്യവും സാധിച്ചു. ഒരു വെടിക്ക് 2 പക്ഷി. റിലീസും റോൾ ബാക്കും ക്ലൈം കോഡും എല്ലാം നിറഞ്ഞ ഈ വിരസമായ സോഫ്റ്റ്വെയർ ജീവിതത്തിൽ ഇത്തരം ചില നർമ്മ മുഹൂർത്തങ്ങളാണ് ജീവിതതാളം നിലനിർത്തുന്നത്. യെസ്, ദിസ് ഈസ് ദ നെവർ എൻഡിങ് റിതം ഓഫ്